Hi friends, welcome back to my channel Creative Sport. അപ്പോൾ ഞാൻ ഇന്നൊരു ഗ്ലാസ് ബ്രിഡ്ജ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു മിനി ഗ്ലാസ് ബ്രിഡ്ജ്. അപ്പോൾ അതിന് വേണ്ടത് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഇങ്ങനത്തെ ഗ്ലാസ് ആണ്. ഇത് ഗ്ലാസ് എന്ന് പറയുമ്പോൾ ഇത് എൻ്റെ എപ്പൻ്റെ ഷോപ്പിൽ യൂസ് ചെയ്ത ഗ്ലാസിൻ്റെ ബാക്കി പീസായിരുന്നു. ഈ ഒരു ലെങ്ത്തിലായിരുന്നു ഉള്ളത്. അത് ഞാൻ കട്ട് ചെയ്ത് ഈ ഒരു കാർഡ്ബോർഡിൻ്റെ ഇതാക്കിയതാണ്, സൈസാക്കിയതാണ്. അപ്പോൾ ഈ പീസ് നമുക്ക് ആവശ്യമില്ല. ഇത് പീൽ ചെയ്താൽ നമുക്ക് കിട്ടും. ഇപ്പോൾ ഇതൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഗ്ലാസ്സാണ്, ശരിക്കുള്ള ഗ്ലാസ് അല്ല. അതുകൊണ്ട് നമുക്ക് വേറെ കുഴപ്പമൊന്നും വരുന്നില്ല. ഇത് പൊട്ടൊന്നുമില്ല. ഇതൊരു പ്ലാസ്റ്റിക് ടൈപ്പിലുള്ള ഗ്ലാസ്സാണ്, ഗ്ലാസ് ബോളിൽ. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ഒരു ഇതാണ് കാർഡ്ബോർഡ്. ഇതിൻ്റെ മുകളിലാണ് നമ്മളിത് സെറ്റ് ചെയ്യുന്നത്. അതായത് ഇതാണ് ഇതിൻ്റെ പ്ലാറ്റ്ഫോം വരുന്നത്. ഈ ഒരു ഹൈറ്റിലാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരു ഇതെടുക്കാം, കാർഡ്ബോർഡ് എടുക്കാം. കാരണം നമുക്ക് ഇതൊക്കെ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഇതൊന്ന് വെക്കാൻ. അപ്പം ഞാൻ കാർഡ്ബോർഡ് പീസസ് ഇതുപോലെയാണ് കട്ട് ചെയ്തിട്ട് ഇവിടെ ഒരു ബെൻഡ് എൻ്റെ കാർഡ്ബോർഡിൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ബെൻഡ് വന്നാൽ കുഴപ്പമൊന്നുമില്ല, കാരണം നമുക്ക് ബെൻഡ് ആവശ്യമുള്ളതാണ്. ഇവിടെ നമുക്കൊരു ബെൻഡ് ചെയ്യണം. കാരണം ഇത് ഇങ്ങനെ നമ്മൾ ഫിറ്റ് ചെയ്താൽ നമ്മളെ വെയിറ്റ് ഇതൊക്കെ വരുമ്പോൾ ഒന്ന് ഇതായി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഇതിന് പകരം അതുകൊണ്ട് ചെറിയൊരു ട്രിക്ക് ഇവിടെ യൂസ് ചെയ്തതാണ്. ഇങ്ങനെ ബെൻഡ് ചെയ്യുമ്പോൾ ഇത് നല്ലോണം ഇങ്ങനെ നിന്നോളും. ഇവിടെയും ബെൻഡ് ചെയ്യും, അപ്പോൾ അത് നല്ലോണം നിന്നോളും. ഇതിപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന വിചാരിച്ച് നിങ്ങൾ വിഷമിക്കണ്ട, കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ ഇവിടെയും നമുക്ക് ഇവിടെ ഒരു ബെൻഡ് ഇട്ട് കൊടുക്കണം. ചെറിയൊരു ബെൻഡ് മതി. ഇത് ഓൾറെഡി ഇതിൻ്റെ ഒരു വലിയ ബെൻഡായിരുന്നു ഉള്ളത്, അതുകൊണ്ടാണ്. ഈ ഒരു ബെൻഡ് മതി, കണ്ടില്ലേ? അപ്പോൾ അത് ഇങ്ങനെ നിൽക്കുമ്പോൾ കണ്ടില്ലേ, ഇതങ്ങനെ ഇവിടെ നമ്മൾ പേസ്റ്റ് ചെയ്യും. അപ്പോൾ ഒരു കുഴപ്പമില്ലാണ്ട് നിൽക്കും. ഇത് ലൈറ്റ് വെയിറ്റ് ആണ്, വലിയ വെയിറ്റ് വരുന്നില്ല. അപ്പോൾ ഇതുപോലുള്ളൊരു ബെൻഡ് ഇതിലോട്ട് എടുക്കും. ഇങ്ങനെ ഇവിടെയും കൊടുക്കുക. അപ്പോൾ കണ്ടില്ലേ, ഇതിവിടെ ഒരു നമ്മളെ എവിടെ വരും. ഇങ്ങനെയാണ് നമ്മളെ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ ഹൈറ്റ് വരുന്നത്. നമുക്ക് ഇത് ഇവിടെ വെക്കാം. നമുക്ക് ഈ രണ്ട് സ്റ്റാൻഡും ഇവിടെ സെറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഈ ഷീറ്റിൻ്റെ മുകളിലുള്ള ഇതൊന്ന് പീൽ ചെയ്തെടുക്കാം. ഇപ്പോഴാണ് ആ ഗ്ലാസിൻ്റെ ലുക്ക് ഒന്ന് വരുന്നത്. ഇതാണ് നമ്മളെ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ മെയിൻ ആള്. എങ്ങനെ സെറ്റ് ചെയ്യും. അപ്പം ഞാൻ ഇവിടെ ഇത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് സെൻറ്ററിലൊരു ഇങ്ങനത്തെ ഒരു കാർഡ്ബോർഡ് പീസ് ബെൻഡ് ചെയ്തിട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഡെക്കറേഷൻ വർക്ക് മാത്രമേ ബാലൻസ് ഉള്ളൂ. അപ്പോൾ ഡെക്കറേഷനായിട്ട് സൈഡിലൊരു ഇതിൻ്റെ സെറ്റപ്പിന് ഇത് പിടിക്കാനുള്ള സെറ്റപ്പിന് നമ്മൾ കാർഡ്ബോർഡ് ഇങ്ങനെ പീൽ ചെയ്തിട്ടുണ്ട്. ഞാൻ മുമ്പിട്ട വീഡിയോസിലൊക്കെ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ കാർഡ്ബോർഡിൻ്റെ ഒരു ഭാഗം പീൽ ചെയ്തതാണ്. എന്നിട്ട് ഇത് ഇവിടെ ഇങ്ങനെ നമുക്ക് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിത് ഇവിടെ ഇതാക്കിയിട്ടുണ്ട്, പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ ബേബി മെറ്റലൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതെൻ്റെ ഐഡിയയിൽ ഞാൻ ഉണ്ടാക്കിയ ഗ്ലാസ് ബ്രിഡ്ജാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഓൾ, ബൈ ബൈ.